സലാമുനലൈക്കും. സ്വാഗതം. നിങ്ങൾക്ക് സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ. ഈദ് അടുത്തിരിക്കുന്നു. നിങ്ങൾ തയ്യാറാണോ? അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അല്ലാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ നമുക്ക് പോകാം. നമ്മളെല്ലാവരും ബലിപെരുന്നാളിന്റെ കഥ അറിയുന്നവരാണ്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സമർപ്പണം, പരീക്ഷണം, അനുസരണം. ഓരോ വർഷവും നമ്മൾ ബലി നടത്തുന്നു, മാംസം പങ്കിടുന്നു, ആഘോഷിക്കുന്നു. പക്ഷെ ഒരു നിമിഷം നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിത് ശരിയായി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ദിനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ? ഖുറാനിൽ അല്ലാഹു പറയുന്നു, അവയുടെ മാംസവും രക്തവും അല്ലാഹുവിനെ എത്തുകയില്ല, നിങ്ങളുടെ തഖ്വയാണ് അവനെ എത്തുന്നത്. 22:37. അപ്പോൾ ചോദ്യമിതാണ്, നമ്മുടെ ബലി മാംസത്തിനായിട്ടാണോ അല്ലെങ്കിൽ തഖ്വയ്ക്കായിട്ടോ? മാംസത്തിനായി മാത്രമാണെങ്കിൽ നമ്മളൊരു ആത്മീയ ആരാധനയെ ഒരു സാംസ്കാരികമായ പതിവാക്കി കുറച്ചിരിക്കുന്നു. അല്ലാഹു വീണ്ടും പറയുന്നു, അതിൽ നിന്ന് നിങ്ങളും തിന്നുക, ദരിദ്രർക്കും ആവശ്യക്കാർക്കും കൊടുക്കുക. ശ്രദ്ധിക്കൂ, മുസ്ലിംകൾക്ക് മാത്രം എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് ദരിദ്രർ, ആവശ്യക്കാർ. അതുകൊണ്ട് വിശപ്പിന് മതമില്ല, ദാരിദ്ര്യത്തിന് വിഭാഗമില്ല. അതുകൊണ്ട് ഒരു മുസ്ലിം അല്ലാത്ത അയൽക്കാരൻ കഷ്ടപ്പെടുമ്പോൾ നാം അവനെ അവഗണിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കുകയാണോ? അല്ലെങ്കിൽ വെറും സമൂഹ പതിവുകൾ പിന്തുടരുകയാണോ? ജാവേദ് അഹമ്മദ് ഗമീദി പറയുന്നു, കുർബാനി ഒരു നന്ദി പ്രകടനവും സാമൂഹിക ക്ഷേമത്തിനുള്ള മാർഗവുമാണ്, നിയന്ത്രണങ്ങളുടെ ആചാരമല്ല. വഹിദുദ്ദീൻ ഖാൻ പറയുന്നു, മറ്റുള്ളവരോട്, മുസ്ലിംകളല്ലാത്തവരോട് പോലും പങ്കിടുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ ആത്മാവിനെ പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഈദ് മൃഗത്തെ മാത്രം അറുക്കരുത്, നിങ്ങളുടെ അഹങ്കാരവും അറുക്കൂ, നിങ്ങളുടെ അവഗണനയും അറുക്കൂ, നിങ്ങളുടെ ചുരുങ്ങിയ ചിന്തയും അറുക്കൂ. നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിക്കൂ, എന്റെ ബലി വിശക്കുന്നവരെ എത്തിച്ചോ, അല്ലെങ്കിൽ എന്റെ വട്ടത്തിൽ മാത്രം ഒതുങ്ങിയോ? അതിൽ തഖ്വയുണ്ടായിരുന്നോ, അല്ലെങ്കിൽ പതിവു മാത്രമായിരുന്നോ? കാരണം അവസാനത്തിൽ അല്ലാഹു നിങ്ങളുടെ കത്തി നോക്കുന്നില്ല, അവൻ നോക്കുന്നത്